നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ആർക്കായിരിക്കും? ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു കാര്യമാണത്. ലമീൻ യമാലിൻ്റെ പേര് പറയുന്നവരുണ്ട്, വിറ്റീജയുടെ പേര് പറയുന്നവരുണ്ട്, ഓസ്മാൻ ഡെംബലേക്കാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നവരാണ് അധികവും. എന്നാൽ തർക്കവിതർക്കങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇതാ അടുത്ത ആഴ്ച അല്ലെന്നേ അടുത്ത വ്യാഴാഴ്ച ഒരു 5 ദിവസത്തിനപ്പുറം സുപ്രധാന പ്രഖ്യാപനം വരുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ബാലൻ ഡിയോർ പുരസ്കാരത്തിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടാൻ ഇനി ഒരാഴ്ച സമയമില്ല. ഉടൻ പുറത്തുവിടും എന്ന് പറഞ്ഞാൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രഖ്യാപനം വരും. ആരൊക്കെയാണ് ബാലൻ ഡിയോറിന് പരിഗണിക്കുന്നത് എന്നതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടുക ഓഗസ്റ്റ് 7 എന്ന് ബാലൻ ഡിയോർ അധികൃതർ ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻ ഡിയോറിൻ്റെ മാത്രമല്ല, അത് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുള്ള ബാലൻ ഡിയോറിൻ്റെ മാത്രമല്ല, മികച്ച യുവതാരത്തിനും മികച്ച ഗോൾ കീപ്പർക്കും ഒക്കെയുള്ള അവാർഡിനും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അവാർഡുകൾക്കായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റും അന്ന് പുറത്തുവിടും. ബാലൻ ഡിയോറിന് 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റായിരിക്കും ഉണ്ടാവുക. ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവും എന്നർത്ഥം. ഇനി എന്നായിരിക്കും ബാലൻ ഡിയോർ കൊടുക്കുക? അതിനും അധികം കാത്തിരിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ അത് നമുക്കറിയാൻ പറ്റും. കൃത്യമായ തീയതി പറഞ്ഞാൽ 69ാമത്തെ ബാലൻ ഡിയോർ സെറിമണി സെപ്റ്റംബർ 22 പാരീസിൽ വെച്ച് നടക്കും. അപ്പോൾ അതിനും അധിക ദിനങ്ങളില്ല. അപ്പോൾ 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഓരോ രാജ്യത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സ്പേർട്ടുകളുടെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കറിയാവുന്ന പോലെ ബാലൻ ഡിയോർ സെറിമണിയുടെ അന്ന് മണിക്കൂറുകൾക്ക് മുമ്പേ ഓരോ സ്ഥാനം ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ 30 മുതൽ 25 വരെയുള്ള 5 പേരുടെ ലിസ്റ്റ് ആദ്യം പറയും. അങ്ങനെ 5 അങ്ങനെ വരും. അവസാനം 10 പേരുടെ പ്രഖ്യാപനം അവിടെ ബാക്കി നിർത്തിയിട്ട് റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് കടക്കും. അതും കഴിഞ്ഞ് വേദിയിൽ വെച്ചാണ് അവസാനത്തെ 10 പേരുടെ പ്രഖ്യാപനം ഉണ്ടാവുക. ഒന്നാമത് ആർക്കായിരിക്കും എന്നുള്ളതും പറയുക. അപ്പോൾ സെപ്റ്റംബർ 22 വരെ കാത്തിരിക്കണം ആർക്കാണ് ബാലൻ ഡിയോർ എന്നറിയാൻ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം, വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം, നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെ, അതറിയാൻ ഇനി നമുക്ക് 5 ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.